ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്കൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഓട്സ് ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനായിട്ട് നമുക്ക് ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് റോൾഡ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പ്രൊസീജിയറൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് വെള്ളം ആഡ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ്. ഈ ഓട്സ് നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു വാസനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ എരിവായിരിക്കുള്ളൂ ഈ ഉപ്പുമാവിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബീൻസ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 ബീൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേവിനനുസരിച്ച് ഇതിലേക്ക് കഷ്ണങ്ങൾ ആദ്യം ആയിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് കൂടുതൽ ടൈം എടുത്ത് വേവുന്ന കഷ്ണങ്ങൾ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിലൊക്കെ കുറച്ച് എണ്ണമയം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കോൺ ഉണ്ടാവും. ഇതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുമാവിനെ ഒരു യെല്ലോ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് ഒക്കെ വേവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് തളിച്ചതിന് ശേഷം മാത്രം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇതിപ്പോൾ റോൾഡ് ഓട്സ് ആയതുകൊണ്ട് കുക്ക് ആവാനായിട്ട് കുറച്ച് ടൈമും കൂടെ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ റോൾഡ് ഓട്സ് ഫസ്റ്റ് ഇട്ടത് കേട്ടോ. ഇതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അത് സാരമില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓട്സൊക്കെ ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുനാരങ്ങ നീര് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഉപ്പുമാവിന്. അതുപോലെ തന്നെ നിങ്ങൾ തേങ്ങയും ഒഴിവാക്കരുത്. തേങ്ങയും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഒന്ന് റെഡിയാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
അപ്പോൾ വെയ്റ്റ്ലെസ്സും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും സ്ലിം ബ്യൂട്ടി ആവാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.